ഈ ഗവൺമെൻറ് നിലനിന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. എല്ലാവരെയും സഹായിച്ചു. പെൻഷൻ 2000 ആയിട്ട് സന്തോഷമില്ലേ? അപ്പോൾ മറ്റേ കുശുംബന്മാർ പറയാണ് 2000 അല്ലേ ആക്കിയിട്ടുള്ളൂ എന്നും. UDF കേട്ടാ തോന്നും ഓരുള്ള സമയത്ത് 4000 ആയിരുന്നു, ഇപ്പം നമ്മൾ 2000 ആക്കിയതാണെന്ന്. ആണോ? 5 പൈസ വർദ്ധിപ്പിച്ചിട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. 45 രൂപയിൽ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങുമ്പോൾ മുഖ്യമന്ത്രി EK നായനാർ, അന്ന് ധനകാര്യമന്ത്രി KM മാണി സാറായിരുന്നു, നമ്മുടെ കൂടെയായിരുന്നു. ഇപ്പോഴും അതെ, നമ്മൾ ഒരുമിച്ചാണ്. ആ കർഷക തൊഴിലാളി പെൻഷൻ മുതൽ വർദ്ധിപ്പിച്ച് ഇവിടെ 1200-ഉം 1600-ഉം 2000-ഉം ആക്കി വർദ്ധിപ്പിച്ചത് മുഴുവൻ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്താണ്. ഒരു പൈസ പോലും UDF വർദ്ധിപ്പിച്ചിട്ടില്ല. ഇനിയിപ്പം ജോലിയില്ലാതെ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്, വേറെ ശമ്പളമൊന്നും ഇല്ലാത്ത വീട്ടമ്മമാർക്ക് അല്ലേ, പറഞ്ഞില്ലേ സ്ത്രീ സുരക്ഷ, ഇത്രയേറെ സ്ത്രീ സുരക്ഷ തന്നിട്ടുള്ള ഗവൺമെന്റ് ഏതാ? സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിച്ചത് പിണറായി സർക്കാരിന്റെ കാലത്താണ്. ഞാൻ അന്ന് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയും കൂടിയായിരുന്നു. മഹാഭാഗ്യമായി. കാരണം മഹിളാ അസോസിയേഷനിൽ പ്രവർത്തകയായിട്ടുള്ള എനിക്ക് കേരളത്തിൽ ആദ്യമായിട്ട് വനിതാ ശിശു വകുപ്പ് രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ അഭിമാനമുണ്ട്. ആ വകുപ്പ് രൂപീകരിച്ചതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ട് ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ തുടങ്ങി. 18 ലക്ഷത്തോളം അപേക്ഷ വന്നു. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക്, മറ്റ് പെൻഷൻ കിട്ടാത്തവർക്ക്, ഇപ്പോൾ തീരെ വരുമാനം കുറഞ്ഞവർക്കാണ്. അത് നമ്മൾ കൊടുത്തിക്കട്ടെ. എന്നിട്ട് ചിലർ പറയുന്നത് ഞങ്ങൾക്കും വരുമാനമൊന്നും ഇല്ല, നമുക്ക് നോക്കാം, LDF വരട്ടെ എന്ന്. നമ്മൾ ഈ പരീക്ഷണം നടത്തിയാൽ ആരെയും കേവല ദാരിദ്ര്യം അവസാനിപ്പിക്കാനാണല്ലോ അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ നമ്മൾ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ നാട്ടിലെ മുഴുവൻ ആളെയും ചെന്ന് കണ്ട് പറഞ്ഞോണം. ഇവിടെ ഇരുന്ന് നമ്മൾ പറയും കേൾക്കും ചെയ്താൽ പോരാ, നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ജനങ്ങളെ അല്ലേ. ഒരു പാവപ്പെട്ട ഒരു വീട്ടിൽ, ഞാനൊരു മുസ്ലിം വീട്ടിൽ ഈ ഗൃഹസന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് കയറിയപ്പോൾ അവിടുത്തെ ഒരു സഹോദരി അവർ പറഞ്ഞു, എല്ലാം ശരി തന്നെ ടീച്ചറെ, നിങ്ങളാ വെള്ളാപ്പള്ളീനെ വണ്ടി കയറ്റിയിട്ടില്ലേ എന്നാ ചോദിച്ചത്. ഞാൻ വിചാരിച്ചു ഞാൻ ചോദിച്ചു ആരാ വെള്ളാപ്പള്ളി? അപ്പോൾ അവർക്കാകെ ബേജാറല്ല, എനിക്കറിയില്ല ആരാന്നറിയാത്ത ആരെങ്കിലും വണ്ടി കയറ്റിയതിന് നിങ്ങളോട് ആരെയത് പറഞ്ഞത്? ഇവിടെ പിന്നെ അവർ പറഞ്ഞു, ഇന്ന ആളൊക്കെ വന്നിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു സുഹൃത്തെ അല്ലേ, ആ മഹാസംഗമത്തിന് പോകുമ്പം വണ്ടിയെല്ലാം അങ്ങ് മേലെ കയറ്റാൻ പറ്റില്ല. അയ്യപ്പ സംഗമത്തിന് അവിടെ കുറച്ച് താഴെ എല്ലാവരുടെ വണ്ടി നിർത്തി CM-ന്റെ വണ്ടി മാത്രം, മറ്റു സുരക്ഷാ കാര്യമൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് കടത്തിവിടാൻ തീരുമാനിച്ചപ്പോൾ 200 മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ ഒന്ന്. അങ്ങനെ പോകുമ്പോഴാണ് വെള്ളാപ്പള്ളി വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് നടക്കുന്നു. നല്ല തടിയൊക്കെയുള്ള മനുഷ്യനാണ് എന്തായാലും. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ നടന്നു പോകുമ്പോൾ ആരായാലും ഒന്ന് വരുന്നോന്ന് ചോദിക്കില്ലേ? CM ചോദിച്ചു, നടക്കണ്ട, ഇത് കയറിക്കോളൂ. കയറി അവിടെ എത്തി. എന്താ ആർക്കെന്ത് കുഴപ്പം പറ്റി കൂട്ടരെ? ഇതാണ് പ്രചരിപ്പിക്കുന്നത്. ഒരു വേള വിശ്വസിക്കില്ലേ മനുഷ്യർ ഈ നുണപ്രചരണം? അപ്പൊ കണ്ണും കാതും തുറന്നിരിക്കണം. നുണപ്രചരണത്തെ നേരിടാൻ നമുക്ക് നമ്മുടെ നാക്കേ ഉള്ളൂ. വലിയ മാധ്യമങ്ങളൊന്നും നമ്മളെ സഹായിക്കില്ല. അപ്പോൾ എല്ലാ വീടുകളിലും ചെല്ലുക, ഇടതുപക്ഷം ചെയ്തത് മുഴുവൻ പറയുക, അവർക്ക് കിട്ടേണ്ടുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമയോടെ കേൾക്കുക, അത് ശ്രദ്ധയിൽപ്പെടുത്തുക. നമുക്ക് ജനങ്ങളുടെ കൂടെ നിൽക്കാം. ഇനിയും അല്ലേ, എല്ലാ വിഷമങ്ങളും തീർത്ത് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതാവസ്ഥയിലേക്ക് എത്തിച്ചേരാം. അതിനാണ് ഈ ജാഥ ജനങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നത്.